ഹലോ ഗേസ്, ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഋതു നീച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, എടുക്കാന്ന് തന്നെ അങ്ങോട്ട് വിചാരിച്ചു. പിന്നെ ഋതുവിനെ പല്ലേപ്പിച്ച് ഞാനും അങ്ങോട്ട് പല്ലേച്ചു. വെറുതെ നിന്ന് പല്ലേക്കുന്ന ഒരു രസമല്ല, പിന്നെ നടന്ന് അങ്ങോട്ട് പല്ലേക്കാൻ വിചാരിച്ചു. ഇത് വീടിൻ്റെ അടുത്തുള്ള തോടാണ്. പിന്നെ മുറ്റത്തെ കുറച്ച് പൂക്കളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചു. അച്ഛൻ ഫോണ് കളിക്കാൻ പല്ലേച്ച് വേഗം പാത്രം തുറന്നു നോക്കിയപ്പോൾ അമ്മ നല്ല ചക്കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഋതുവിനോട് ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ തന്നിട്ടുണ്ട് കേട്ടോ. അമ്മ അതവിടെ മുറ്റടിച്ചു വരുന്നേ. കുറച്ചേരം റാംബോനെ കളിപ്പിച്ചു. അപ്പം ദാ അച്ഛ പാലും കൊണ്ടുവരുന്നേ. പിന്നെ ഋതുവിന് പാല് കുറച്ച് തിളപ്പിക്കാൻ വെച്ചു. ഇനി ഞാനും ഋതുവും പോയി ചായ കുടിക്കട്ടെ. ചക്കപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ചക്കപ്പാണ്. ഋതുവിന് നല്ല ഇഷ്ടമായി. ഓൻ സൂപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ടോ, എൻ്റെ സൂപ്പർ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാനും കഴിച്ചു. റാംബോയ്ക്ക് ഒരു പൊട്ടിട്ട് കൊടുത്തു, പാവല്ലേ. ഋതുവിന് മീശയൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നിറച്ച മീശയാണെന്നുള്ളൂ. പിന്നെ റാംബോനെ ഋതു ചീത്ത പറയണോ പിന്നെയും ചോദിച്ചിട്ട്. ചായയുടെ കഴിഞ്ഞ് ഋതു സൈക്കിളുമ്പോ ഭയങ്കര കളിയാണ്. അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അങ്ങാടിക്ക് പോയി. അച്ഛന്ന് ലീവാണ് കേട്ടോ. ഇവിടെ ആയതുകൊണ്ട് ബസ്സൊക്കെ കാണുമ്പോൾ ഋതുവിന് ഭയങ്കര തുള്ളിച്ചാട്ടാണ് കേട്ടോ. അമ്മേനോട് ബസ് വന്നു എന്നൊക്കെ പറയാണ്. അമ്മ അതവിടെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അങ്ങനെ അമ്മ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾക്ക് എന്താ പരിപാടി, ഞങ്ങൾ കുളിക്കാൻ പോവാൻ നിൽക്കുക. അപ്പൊ കുളിച്ചിട്ട് വരാം. അപ്പൊ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനും ഋതുവും പോയി ഒന്ന് സെറ്റ് ആവട്ടെ. അങ്ങനെ അതാ റെഡി ആയി. ഞാനും ഋതുവിന് വെറുതെ ഇരിക്കാണ്. വെറുതെ ഇരിക്കാനാണ് റെഡി ആയത്. ഉച്ചക്കായപ്പോൾ നല്ലൊരു മഴ ഇങ്ങോട്ട് പെയ്തു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ സുധിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സുധിയേട്ടനോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. സുധിയേട്ടൻ വന്നപ്പോൾ പോത്തല് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഋതുവിന് ചോറ് കൊടുത്ത് ഞാനും ആ പാത്രത്തിൽ ചോറുണ്ടു. മത്തനും വമ്പയറും ചീരപ്പേരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. പിന്നെ അതാ പോത്തലെത്തിയിട്ടുണ്ട്. എനിക്കൊരു ടോപ്പ് അടിക്കാൻ തുണി വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നിന്നപ്പോഴാണ് ഋതുവിന് വാച്ച് വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഓനൊരു ചെറിയ വാച്ച് വാങ്ങിക്കൊടുത്തപ്പോൾ ഓന് സന്തോഷമായി. പിന്നെ കൂൾബാർ പോയി ഞാനൊരു ലൈമും സുധിയേട്ടൻ ചായയും പിന്നെ 2 പപ്സൊക്കെ കഴിച്ച് ഇനി നേരെ പോണത് വീട്ടിലേക്കാണ് കേട്ടോ. വീട്ടിൽ പോണ വഴിക്ക് മീനൊക്കെ വാങ്ങി പിന്നെ കട്ട്ലേറ്റും മുട്ട ബജ്ജിയും സുഖിയനൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി. ഇന്നെ വീട്ടിലാക്കി സുധിയേട്ടൻ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞാനും അമ്മയും അനിയനും കൂടി തറവാട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്മയും അനിയനും ഭയങ്കര തർക്കത്തിലാണ്, എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുകയാണ് കേട്ടോ. തറവാട്ടിലെത്തിയപ്പോൾ ഏടത്തിയമ്മയും അമ്പിളി ചേച്ചിയും വല്യമ്മയും കുട്ടികളും ഉണ്ടായിരുന്നുള്ളൂ. അമ്പിളി ചേച്ചി ഏടത്തിയമ്മയും പുറത്തേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഓര് പോയി. അവിടെ ചെന്നപ്പോൾ വല്യമ്മയും ചക്കപ്പ ഉണ്ടാക്കി വെച്ചിരിക്കണ്. പിന്നെ അമ്മയും വല്യമ്മയും ഭയങ്കര വർത്താനത്തിലായി. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.